നമസ്കാരം. ഇന്ന് 2026 ജനുവരി 24 ശനിയാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ്റെ വിനോദസഞ്ചാര മേഖല 2025 സമാനതകളില്ലാത്ത വളർച്ച കൈവരിച്ചതായി ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അറിയിച്ചു. കഴിഞ്ഞ വർഷം മാത്രം 1.5 കോടിയിലധികം സന്ദർശകർ രാജ്യത്തെത്തി. വിനോദം, സംസ്കാരം, കായികം എന്നീ മേഖലകളിൽ ബഹ്റൈൻ നേടിയ ആഗോള ശ്രദ്ധയുടെ പ്രതിഫലനമാണ് ഈ നേട്ടം. ഏഷ്യൻ യൂത്ത് ഗെയിംസ്, AVC മെൻസ് വോളിബോൾ നേഷൻസ് കപ്പ് തുടങ്ങിയ അന്താരാഷ്ട്ര കായിക മത്സരങ്ങളും എഡ് ഷീരൻ, മെറ്റാലിക്ക തുടങ്ങിയ ലോകപ്രശസ്തരായ കലാകാരന്മാരുടെ സംഗീത പരിപാടികളും സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടാക്കി. അത്യാധുനികമായ വിമാനത്താവളവും മികച്ച ഗതാഗത ഹോട്ടൽ ശൃംഖലകളും വിനോദസഞ്ചാരികൾക്ക് സുഗമമായ അനുഭവം ഉറപ്പാക്കി. ടൂറിസം മേഖലയിലെ ഈ കുതിച്ചുചാട്ടം ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ, ലോജിസ്റ്റിക്സ് മേഖലകൾക്ക് വലിയ ഉണർവ് നൽകിയിട്ടുണ്ട്. ബഹ്റൈനെ ഒരു പ്രധാന ടൂറിസം ഹബ്ബായി നിലനിർത്തുന്നതിനും കൂടുതൽ വിദേശ നിക്ഷേപവും വമ്പൻ മേളകളും ആകർഷിക്കുന്നതിനുമുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം കുറയ്ക്കാനും വാർഷികാവധി വർദ്ധിപ്പിക്കാനുമുള്ള നിയമ ഭേദഗതി ശൂറ കൗൺസിൽ നാളെ ചർച്ച ചെയ്യും. 50 വയസ്സായവർക്ക് പ്രതിദിനം 1 മണിക്കൂർ ജോലി കുറയ്ക്കാനും പ്രായത്തിനനുസരിച്ച് ഇത് 3 മണിക്കൂർ വരെയാക്കാനുമായിരുന്നു ശുപാർശ. എന്നാൽ ഈ നിർദ്ദേശം ഭരണഘടനാപരമായ തുല്യനീതിക്ക് വിരുദ്ധമാണെന്ന് കൗൺസിലിൻ്റെ ലെജിസ്ലേറ്റീവ് ആൻഡ് ലീഗൽ അഫയേഴ്സ് കമ്മിറ്റി വിലയിരുത്തി. ഒരേ തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്കിടയിൽ പ്രായത്തിൻ്റെ പേരിൽ വിവേചനം പാടില്ലെന്നും ഇത് പൊതുസേവനങ്ങളെയും സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രതയെയും ബാധിക്കുമെന്നും സമിതി ചൂണ്ടിക്കാട്ടി. ജോലി എന്നത് പ്രായഭേദമന്യേ നിർവഹിക്കേണ്ട ദേശീയ സേവനമാണെന്നും സമിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കി. നിലവിലെ സിവിൽ സർവീസ് ചട്ടക്കൂടിന് വിരുദ്ധമായതിനാൽ ഈ ഭേദഗതി തത്വത്തിൽ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് സമിതി. മുതിർന്ന സർക്കാർ ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാനുള്ള നിർദ്ദേശം ശൂറ കൗൺസിൽ തള്ളാനാണ് സാധ്യത. നഴ്സറികളുടെ പ്രവർത്തനം ക്രമപ്പെടുത്തുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ബഹ്റൈൻ ശിശുനിയമത്തിൽ കൊണ്ടുവരുന്ന ഭേദഗതികൾ വരും ചൊവ്വാഴ്ച പാർലമെന്റ് ചർച്ച ചെയ്യും. ശൂറ കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റ് തയ്യാറാക്കിയ ഈ ഭേദഗതികൾ നിയമപരമായ പഴുതുകൾ അടയ്ക്കാനും മേൽനോട്ടം ശക്തമാക്കാനും ലക്ഷ്യമിടുന്നു. ലൈസൻസ് ഇല്ലാതെ നഴ്സറി നടത്തുന്നതും മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതും ക്രിമിനൽ കുറ്റമായി പരിഗണിക്കും. വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് മുബാറക് ജുമ നൽകിയ കണക്കുകൾ പ്രകാരം 2025-2026 അധ്യയന വർഷത്തിൽ രാജ്യത്ത് 110 അംഗീകൃത നഴ്സറികളാണ് പ്രവർത്തിക്കുന്നത്. നിയമം പാസ്സാകുന്നതോടെ നിലവിലുള്ളതും പുതുതായി ആരംഭിക്കുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളും ഈ കർശന നിബന്ധനകൾക്ക് വിധേയമാകേണ്ടി വരും. പുതിയ നിയമവുമായി പൊരുത്തപ്പെടാൻ നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് 6 മാസത്തെ സാവകാശം നൽകും. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായ പദപ്രയോഗങ്ങൾ നിയമത്തിൽ ഉൾപ്പെടുത്തും. വിദ്യാഭ്യാസ മന്ത്രാലയവും നിയമകാര്യ കമ്മിറ്റിയും ഈ നിർണായക പരിഷ്കരണത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. ബഹ്റൈനിലെ എക്സ്റ്റേണൽ ഓഡിറ്റർമാരുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനുമുള്ള നിയമ ഭേദഗതി നാളെ ശൂറ കൗൺസിൽ ചർച്ച ചെയ്യും. നിയമലംഘനം നടത്തുന്ന ഓഡിറ്റർമാർക്ക് 1 ലക്ഷം ബഹ്റൈൻ ദീനാർ വരെ പിഴയും നിർബന്ധിത പുനർപരിശീലനവും ഏർപ്പെടുത്താനാണ് പുതിയ ഭേദഗതി ശുപാർശ ചെയ്യുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് ശക്തിപ്പെടുത്തുക, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുക എന്നിവയാണ് ഈ പരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യാന്തര നിലവാരത്തിനനുസരിച്ച് സാമ്പത്തിക റിപ്പോർട്ടിംഗ് സംവിധാനവും ഓഡിറ്റിംഗും മെച്ചപ്പെടുത്താൻ ഈ മാറ്റങ്ങൾ സഹായിക്കുമെന്ന് വ്യവസായ വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. പാർലമെന്റിന്റെ അധോസഭ ഇതിനോടകം അംഗീകരിച്ച ഭേദഗതിക്ക് ഫിനാൻഷ്യൽ ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് കമ്മിറ്റിയും അനുകൂല ശുപാർശ നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബാധ്യതകൾ പാലിക്കുന്നതിനായി അടിയന്തര പ്രാധാന്യത്തോടെയാണ് ഈ നിയമ ഭേദഗതി പരിഗണിക്കുന്നത്. കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിനൊപ്പം ഓഡിറ്റർമാരുടെ പ്രൊഫഷണൽ നിലവാരം ഉയർത്തുന്നതിനും പുതിയ വ്യവസ്ഥകൾ സഹായകമാകും. ബഹ്റൈനിലെ സഖീറിൽ ട്രീ ഓഫ് ലൈഫിന് സമീപം അൽഖറ പ്രദേശത്തുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ ഒരേ കുടുംബത്തിലെ 3 പേർ മരിച്ചു. ബഹ്റൈനി പൗരനായ അഹമ്മദ് അലി അൽ ഷുവൈഖ് 31 വയസ്സ്, ഭാര്യ ഹൗറ മക്കി 29 വയസ്സ്, 8 വയസ്സുള്ള മകൾ റീം എന്നിവരാണ് മരണപ്പെട്ടത്. വാരാന്ത്യ അവധി ആഘോഷിക്കാൻ വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു ഈ കുടുംബം. 2 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ലാൻഡ് ക്രൂയിസർ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറുമായി നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു
എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്ന വാഹനത്തിൽ കുടുങ്ങിയ കുടുംബാംഗങ്ങൾ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ലാൻഡ് ക്രൂയിസറിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കുകയും ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരുഭൂമി പ്രദേശങ്ങളിലും ക്യാമ്പിംഗ് മേഖലകളിലും വിനോദയാത്രയ്ക്ക് പോകുന്നവർ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും അമിത വേഗത ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ദമിസ്ഥാനിൽ അപകടകരമായ രീതിയിൽ വാഹന അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവറെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് നടപടി. ഇയാൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ കായിക മേഖലയിൽ പ്രൊഫഷണലിസം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്പോർട്സ് നിയമങ്ങളിൽ വരുത്തുന്ന സുപ്രധാന ഭേദഗതികൾ നാളെ ഷൂറ കൗൺസിൽ ചർച്ച ചെയ്യും. കായിക താരങ്ങളുടെ കരാറുകൾ, താരങ്ങളുടെ കൈമാറ്റം എന്നിവയിൽ അതത് ഫെഡറേഷനുകൾക്ക് കൂടുതൽ നിയന്ത്രണാധികാരം നൽകുന്നതായിരിക്കും പുതിയ പരിഷ്കാരം. പുതിയ ഭേദഗതി നിർദ്ദേശപ്രകാരം പ്രധാന നിയമനിർമ്മാണ അധികാരം ജനറൽ സ്പോർട്സ് അതോറിറ്റി പ്രസിഡന്റിലേക്ക് മാറ്റും. ഓരോ കായിക ഇനത്തിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ച് സ്വന്തമായി ചട്ടങ്ങൾ രൂപീകരിക്കാൻ ഫെഡറേഷനുകൾക്ക് ഇതിലൂടെ സാധിക്കും. ഫെഡറേഷനുകളുടെ സാങ്കേതിക സ്വയംഭരണാധികാരം ഉറപ്പിക്കുന്നതിനൊപ്പം കായികരംഗത്ത് സുതാര്യതയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രൊഫഷണൽ രീതികളും കൊണ്ടുവരാൻ ഈ മാറ്റം സഹായിക്കും. രാജ്യത്തെ കായിക ഭരണ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. വ്യാജ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ലൈസൻസ് ഇല്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിപ്പിക്കുകയും ചെയ്ത ഏഷ്യൻ വംശജനായ ഉടമയെ റിമാൻഡ് ചെയ്യാൻ ബഹ്റിൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. വിവിധ സ്ഥാപനങ്ങളിൽ ജീവനക്കാർ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം കണ്ടെത്തിയതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. വിദേശ അംഗീകാരമുള്ള പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്ന അവകാശവാദത്തോടെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. ആന്റി കറപ്ഷൻ ആൻഡ് ഇക്കണോമിക് സെക്യൂരിറ്റി വിഭാഗവും വ്യാവസായിക വാണിജ്യ മന്ത്രാലയവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളും വ്യാജരേഖകളും പിടിച്ചെടുത്തു. മതിയായ അനുമതികളില്ലാത്തതിനെ തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ അടച്ചുപൂട്ടി. തട്ടിപ്പിലൂടെ സമ്പാദിച്ച തുക കണ്ടെത്താൻ സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനും സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താനും പ്രോസിക്യൂഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കേസ് ക്രിമിനൽ കോടതിക്ക് കൈമാറും. മോഷ്ടിച്ച ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് 1854 ദിനാറിന്റെ ഇലക്ട്രിസിറ്റി, വാട്ടർ അതോറിറ്റി ബില്ലുകൾ അടച്ച് തട്ടിപ്പ് നടത്തിയ 2 പ്രവാസികൾക്ക് ബഹ്റിൻ ഹൈ ക്രിമിനൽ കോടതി 3 വർഷം തടവും 1000 ദിനാർ പിഴയും വിധിച്ചു. ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇവരെ നാടുകടത്തും. പ്രതികളായ അറബ് പൗരനും ഏഷ്യൻ പൗരനും ഡോക്യുമെന്റ് ക്ലിയറൻസ് ഏജന്റുകളെന്ന വ്യാജേനയാണ് ആളുകളെ സമീപിച്ചിരുന്നത്. ബില്ലുകളിൽ 20% ഇളവ് വാഗ്ദാനം ചെയ്ത് ഉപഭോക്താക്കളിൽ നിന്ന് ഇവർ പണം കൈപ്പറ്റി. പകരം മോഷ്ടിച്ച കാർഡുകൾ ഉപയോഗിച്ച് ഓൺലൈനായി ബില്ലുകൾ അടച്ചു. ഒരു ബഹ്റൈനി വനിതയും 3 പ്രവാസികളും ഇവരുടെ ചതിയിൽപ്പെട്ടു. EWAയുടെ തട്ടിപ്പ് വിരുദ്ധ വിഭാഗം പേയ്മെന്റുകളിൽ സംശയം പ്രകടിപ്പിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി യഥാർത്ഥ കാർഡുടമകൾ ബാങ്കിൽ പരാതി നൽകിയതും അന്വേഷണത്തിൽ നിർണായകമായി. പിൻ ദുരുപയോഗം ചെയ്യുക, അനുവാദമില്ലാതെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുക എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. പ്രതികളിൽ ഒരാൾ സമാനമായ കേസുകളിൽ മുൻപും ഉൾപ്പെട്ടിട്ടുണ്ട്. 55,500 ബഹ്റിൻ ദിനാർ നൽകി വാങ്ങിയ 2 ഫ്ളാറ്റുകളുടെ ഉടമസ്ഥാവകാശം നിക്ഷേപകന് കൈമാറാൻ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് ബഹ്റിൻ ഹൈ സിവിൽ കോടതി ഉത്തരവ് നൽകി. തുക മുഴുവൻ നൽകിയിട്ടും ഉടമസ്ഥാവകാശം കൈമാറാൻ കമ്പനി വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഉടമ കോടതിയെ സമീപിച്ചത്. കമ്പനിക്കെതിരായ മറ്റ് സാമ്പത്തിക കേസുകളുടെ ഭാഗമായി ഈ വസ്തുക്കൾ കണ്ടുകെട്ടപ്പെടുമെന്ന ആശങ്ക നിലനിന്നിരുന്നു. എന്നാൽ ഇടപാടുകൾ നിയമപരമാണെന്ന് നിരീക്ഷിച്ച കോടതി വാങ്ങിയ വ്യക്തിയുടെ പേരിൽ ഉടമസ്ഥാവകാശ രേഖകൾ നൽകാൻ സർവേ ആൻഡ് ലാൻഡ് രജിസ്ട്രേഷൻ ബ്യൂറോയ്ക്ക് നിർദ്ദേശം നൽകി. കേസ് ചെലവുകളും അഭിഭാഷക ഫീസും കമ്പനി തന്നെ വഹിക്കണമെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ സ്കൂൾ യുവജനോത്സവമായ തരംഗ് 2025 1815 പോയിന്റുകൾ നേടി ആര്യഭട്ട ഹൗസ് ഓവറോൾ ചാമ്പ്യന്മാരായി. ഈസ ടൗൺ സ്കൂൾ ക്യാമ്പസിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. 1717 പോയിന്റുകൾ നേടിയ CV രാമൻ ഹൗസ് റണ്ണേഴ്സ് അപ്പ് സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ JC ബോസ് ഹൗസ് 3-ാം സ്ഥാനവും വിക്രം സാരാഭായ് ഹൗസ് 4-ാം സ്ഥാനവും നേടി. വ്യക്തിഗത മികവിൽ വിക്രം സാരാഭായ് ഹൗസിലെ പുണ്യ ഷാജി,
കലാരത്ന പട്ടവും CV രാമൻ ഹൗസിലെ സന്നിധ്യു ചന്ദ്ര കലാശ്രീ പട്ടവും നേടി. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അയന സുജി ലെവൽ A, ശ്രേയ മുരളീധരൻ ലെവൽ B, ആരാധ്യ സന്ദീപ് ലെവൽ C, പ്രത്യുഷ ഡേ ലെവൽ D എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ദീപാൻഷി ഗോപാൽ, പ്രിയംവദ, നേഹ ഷാജു, ജോവാൻ സിജോ, അരയിന മൊഹന്തി എന്നിവരാണ് അതത് ഹൗസുകളുടെ സ്റ്റാർ പട്ടം നേടിയത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ കലോത്സവങ്ങളിലൊന്നായ തരംഗിൽ 121 ഇനങ്ങളിലായി 7000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. സമാപന ചടങ്ങിൽ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി തുടങ്ങിയ പ്രമുഖരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങൾ സാംസ്കാരിക സായാഹ്നത്തിന് മാറ്റുകൂട്ടി. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.